എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷനിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം. ജൂലൈ 21 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ജൂലൈ 22, 23 തീയതികളിൽ അതാത് കോളേജ് ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവേശനം നടക്കും. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനായിട്ട് അതാത് കോളേജുകളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് നിങ്ങൾക്ക് അതാത് കോളേജുകളിൽ കൊണ്ടുപോയി നൽകാൻ സാധിക്കുന്നതാണ്. അതാത് കോളേജുകളിൽ ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റും നിങ്ങൾക്ക് അപേക്ഷയും നൽകാൻ സാധിക്കുന്നതാണ്. അതായത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപേക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ ഉള്ളൊരു പ്രിൻ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. ആ പ്രിൻ്റ് കൊണ്ടാണ് നിങ്ങൾ അതാത് കോളേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്പോട്ട് അഡ്മിഷനായിട്ട് പോകേണ്ടത്. പോകുമ്പോൾ ഒരു അപേക്ഷയും കൂടി എഴുതേണ്ടതാണ്. അപേക്ഷ എന്ന് പറയുമ്പോൾ ഫ്രം അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് ടു പ്രിൻസിപ്പൽ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോളേജ് എടുക്കണം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോളേജാണ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കരിന്തളം കോളേജ്. അപ്പം കരിന്തളം കോളേജ് എക്കണോമിക്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ വേണ്ട വിദ്യാർത്ഥികൾ എഴുതേണ്ട അപേക്ഷ എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കരിന്തളം കോളേജിലേക്ക് ഇന്ന വിദ്യാർത്ഥിയായ എന്നെ കോളേജിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ ഇത്ര സീറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആയതിനാൽ ആ വേക്കൻസിയിലേക്ക് എന്നെ പരിഗണിക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ ഒപ്പും എഴുതിയിട്ടാണ് നിങ്ങൾ അതാത് കോളേജുകളിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾ പുതിയൊരു കോളേജ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിലില്ലാത്ത പുതിയൊരു കോളേജ് നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ 200 രൂപ യൂണിവേഴ്സിറ്റിക്ക് കറക്ഷൻ ഫീ അടയ്ക്കുകയും ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ആ 200 രൂപ കറക്ഷൻ ഫീ അടയ്ക്കുകയും നിങ്ങൾ ആ പുതിയ ഓപ്ഷൻ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അപേക്ഷിക്കാം. ജൂലൈ മാസം 19 തീയതി വരെയാണ് നിങ്ങൾക്ക് അതാത് കോളേജുകളിൽ സ്പോട്ട് അഡ്മിഷൻ അപേക്ഷിക്കാൻ സാധിക്കും. ജൂലൈ മാസം 19 തീയതി വരെ നിങ്ങൾക്ക് അതാത് കോളേജുകളിലേക്ക് സ്പോട്ട് അഡ്മിഷനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. ശേഷം ജൂലൈ മാസം 21 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നിങ്ങളുടെ സ്പോട്ട് അഡ്മിഷൻ അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ജൂലൈ മാസം 21 പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം ജൂലൈ 22, 23 തീയതികളിൽ അഡ്മിഷൻ നടക്കും. ഈ അഡ്മിഷനായിട്ട് നിങ്ങൾ അലോട്ട്മെൻ്റ് അല്ല നടക്കുന്നത്. നിങ്ങളെ ആ കൊടുത്ത റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ കോളേജിൽ നിന്നും നിങ്ങളെ ഫോൺ മുഖേന ബന്ധപ്പെടും. അതിനായി നിങ്ങൾ അപേക്ഷയിൽ നിങ്ങളുടെ ഫോൺ നമ്പറുകൾ രേഖപ്പെടുത്തേണ്ടതാണ്. ആ ഫോൺ നമ്പറിലായിരിക്കും കോളേജുകാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ പുതിയ കാണുന്നതിന് ഫൗണ്ടർ ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.